ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ടൊയോട്ട കോളിസ് ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ ഒരു 2-3 ക്രാങ്ക് കൂടുതൽ എടുക്കുന്നു, ചിലപ്പോൾ ഒരു 4 ക്രാങ്ക് കൂടുതൽ എടുക്കുന്നു. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഹീറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് വണ്ടി ഓടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റ ക്രാങ്കിൽ വണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചു നേരം നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറെ ക്രാങ്ക് കൂടുതൽ വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതെന്താണ് കംപ്ലൈന്റ് എന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഹീറ്റർ പ്ലഗ് ആയിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഹീറ്റർ പ്ലഗിന്റെ കണക്ഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഹീറ്റർ പ്ലഗ് വരുന്നത് ഇവിടെ ഒരു ഹീറ്റർ പ്ലഗ് വരുന്നുണ്ട്. അങ്ങനെ 4 സിലിണ്ടറിന് 4 ഹീറ്റർ പ്ലഗ് ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കണക്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാണുന്ന 10ന്റെ ഒരു നട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. പിന്നെ ഒരു പട്ട പോലെ കണക്ട് ചെയ്തിട്ടാണ് 4 ഹീറ്റർ പ്ലഗിലും അതിന്റെ പോസിറ്റീവ് വയർ പോകുന്നത്. ഒരു 5-6 സെക്കൻഡ് മാത്രമേ അതിനകത്ത് കറണ്ട് വരുന്നുള്ളൂ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീറ്ററിന്റെ ആ ലൈറ്റ് കാണിക്കുന്ന ആ ടൈം കട്ട് ഓഫ് ആവുന്ന സമയത്ത് ഇവിടുന്ന് കറണ്ട് കട്ട് ഓഫ് ആവും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ കറണ്ട് വരുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹീറ്ററിന്റെ 10ന്റെ നട്ട് അഴിക്കാം. അപ്പോൾ ആ 10ന്റെ നട്ട് അഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹോസിന്റെ കണക്ഷൻ അയച്ചുവിടാം. എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഈ ഒരു ഹോസിന്റെ കണക്ഷൻ അയച്ചുവിടാം. ഇവിടെ 10ന്റെ ടി ഉപയോഗിച്ച് നമുക്കിത് അയച്ചെടുക്കാനായിട്ട് സാധിക്കും. 2 10ന്റെ ടി ഉപയോഗിച്ചിട്ട് അതിന്റെ ക്ലാമ്പ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോസ് നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഹോസിന്റെ കണക്ഷന് അതുപോലെ തന്നെ ഈ ഒരു ഹോസിന്റെ ക്ലിപ്പ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെയാണ് അതിന്റെ ലൈൻ വരുന്നത്. ഈ പോസിറ്റീവ് കണക്ഷൻ ഇതിൽ വരുന്നു, നേരെ അങ്ങോട്ട് പോകുന്ന കണക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുന്ന സംഗതി. അങ്ങനെ 4 സിലിണ്ടറിലോട്ട് ഹീറ്റർ പ്ലഗിലോട്ട് കണക്ഷൻ പോകുന്നുണ്ട്. ഒരു 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഹീറ്റർ പ്ലഗിന്റെ കണക്ഷൻ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ കട്ട് ഓഫ് ആവും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു 10ന്റെ ബോൾട്ട് അയച്ചിട്ട് അതിൽ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തിട്ട് ഈ ലൈനിൽ കറണ്ട് വരുന്നുണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു നട്ട് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ 10ന്റെ നട്ട് വരുന്നത്. നമ്മൾ ഇതിന്റെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലൊരു വാഷർ വരും. ഈ വാഷറും കാര്യങ്ങളൊന്നും കളയരുത്. ഇതാണ് ഇതിന്റെ വാഷർ. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്ലീവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഇതിന്റെ കണക്ഷൻ വരുന്നത്. അത് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഇതിലാണ് പോസിറ്റീവ് കണക്ഷൻ വരുന്നത്. ഈ പോസിറ്റീവ് കണക്ഷൻ കണക്ട് ആയിട്ടാണ് ഈ 4 ഹീറ്റർ പ്ലഗിലോട്ടും കറണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ടെസ്റ്റ് ലാമ്പ് നമ്മളിപ്പോ നെഗറ്റീവില് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ഈ ലൈനിൽ കറണ്ട് വരുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ടെസ്റ്റ് ലാമ്പിന്റെ ഒരു ഭാഗം നമ്മൾ നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മറുഭാഗം നമുക്ക് ഈ വയറിൽ കണക്ട് ചെയ്തിട്ട് കറണ്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മളിപ്പോ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തേ, ഇഗ്നിഷൻ ഇപ്പോൾ ഓൺ ചെയ്തു, കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഇഗ്നിഷൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്തേ, അപ്പോൾ കട്ട് ഓഫ് ആയിട്ട് ഏകദേശം ഒരു 2-3 സെക്കൻഡിന് ഉള്ളിൽ കട്ട് ഓഫ്. ഒന്നുകൂടി ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഓഫ് ചെയ്തേ, ഓക്കെ, കട്ട് ഓഫ് ആവുന്നില്ല. അപ്പൊ മീൻസ് ഇതിനകത്ത് കറണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത്, ഇതിനകത്ത് കറണ്ടും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ക്ലാമ്പാണ് അയക്കേണ്ടത്. അതായത് ഇതിന്റെ 10ന്റെ ഒരു നട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു 10ന്റെ നട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു 10ന്റെ നട്ട് വരുന്നുണ്ട്. അങ്ങനെ 4 ഹീറ്റർ പ്ലഗിലും 10ന്റെ നട്ട് വീതം വരുന്നുണ്ട്. ഇതിനകത്തും 10ന്റെ നട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ നട്ട് അയച്ചു കഴിഞ്ഞിട്ട് ഈ ക്ലാമ്പ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മുകളിലോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഓരോ ഹീറ്റർ പ്ലഗിന്റെ കണക്ഷൻ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ 10ന്റെ നട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഈ സൈസിലുള്ള 10ന്റെ നട്ടായിരിക്കും വരുന്നത്. അതായത് 8ന്റെ ത്രെഡ് ആയിരിക്കും വരുന്നത്. പക്ഷെ 10ന്റെ നട്ടിന്റെ സൈസ് വന്നിട്ട് 10 ആയിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് അയച്ചത്, അതായത് ഈ ഭാഗത്തു നിന്ന് അയച്ചത് കറക്റ്റ് 10ന്റെ നട്ടായിരിക്കും വരുന്നത്. നട്ട് സൈസ് ആയിരിക്കും, അത് ത്രെഡ് സൈസും 10ന്റെ തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 8ന്റെ ത്രെഡ് ചെറുതായിരിക്കും. അതായത് ഏകദേശം 8ന്റെ ത്രെഡ് ആയിരിക്കും വരുന്നത്. പക്ഷെ 10ന്റെ സൈസ് 10ന്റെ നട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാമ്പ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിരിക്കും ഇതിന്റെ ക്ലാമ്പിന്റെ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ഒരു ബുഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ അയച്ചെടുത്ത ആ ഒരു കറണ്ട് വരുന്ന ഭാഗം. അത് ഇവിടെ ആയിരിക്കും അറ്റാച്ച് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടുന്ന് നേരെ ഈ ലൈൻ ഇങ്ങോട്ട് കയറുന്നു, ഇവിടുന്ന് നേരെ പോസിറ്റീവ് ലൈൻ വരുന്നു, ഹീറ്റർ പ്ലഗിനെ ചൂടാക്കുന്നു. അങ്ങനെയാണ് വണ്ടി ഹീറ്റർ പ്ലഗ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കറണ്ട് വരുന്നുണ്ടോ നമ്മൾ ഓൾറെഡി നോക്കി, ഇതിൽ കറണ്ട് വരുന്നുണ്ട്. ഇനി ഹീറ്റർ പ്ലഗ് ഏതൊക്കെ ഹീറ്റർ പ്ലഗ് പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് വയർ നേരെ ഒരു വയർ എടുത്തിട്ട് നേരെ ബാറ്ററിയുടെ പോസിറ്റീവിൽ കൊടുത്തിട്ട് ഈ ഭാഗത്ത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്പാർക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഹീറ്റർ പ്ലഗ് വർക്ക് ആവുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അത് ഏതൊക്കെയാണ് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം.
നമ്മളിപ്പോ ഒരു വയർ കൊണ്ട് നീളമുള്ള ഒരു ഒറ്റ പീസ് വയർ കൊണ്ട് എടുത്തിട്ടുണ്ട്. അത് ഒരു ലെഗ് നമ്മൾ പോസിറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പോസിറ്റീവ് ലൈൻ ഉണ്ട്. നമ്മൾ ബോഡിയിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ ഇത് സ്പാർക്ക് ആവും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ സ്പാർക്ക് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല, നല്ലപോലെ സ്പാർക്ക് ആവുന്നുണ്ട്. ഇനി അത് നമ്മൾ ഓരോ ഹീറ്റർ പ്ലഗിന്റെ മുകളിലായിട്ട് സ്പാർക്ക് ചെയ്ത് നോക്കുക. അതായത് ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് നോക്കിയാൽ സ്പാർക്ക് ആവുന്നുണ്ടോ നോക്കാം. അതായത് മുട്ടിക്കുന്ന സമയത്ത് ഒരു സ്പാർക്കും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മുട്ടിച്ച് നോക്കുക. ഇത് രണ്ടാമത്തെ സിലിണ്ടറിലാണ് നോക്കുന്നത്, ഒരു സ്പാർക്കും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സിലിണ്ടറിൽ നമുക്ക് നോക്കാം. മൂന്നാമത്തെ സിലിണ്ടറും മുട്ടിക്കുന്ന സമയത്ത് ഒരു സ്പാർക്കും കിട്ടുന്നില്ല. ഇനി നാലാമത്തെ സിലിണ്ടറിൽ നോക്കാം. ഈ സ്പാർക്ക് നമ്മൾ കൊണ്ടുവെക്കുന്ന സമയത്ത് ഈ ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ആയാൽ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സ്പാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഹീറ്റർ പ്ലഗ്, അതായത് ഇതിലും സ്പാർക്ക് ആവുന്നില്ല, ഒരു ശകലം പോലും സ്പാർക്ക് ഇതിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ബോഡിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നല്ല സ്പാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ 4 ഹീറ്റർ പ്ലഗും നമുക്ക് സ്പാർക്ക് ആവുന്നില്ല. അതിന്റെ അർത്ഥം ഈ 4 ഹീറ്റർ പ്ലഗും വർക്ക് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹീറ്റർ പ്ലഗ് അയച്ചെടുക്കാം. ഹീറ്റർ പ്ലഗ് അയച്ചെടുക്കാനായിട്ട് 12ന്റെ ടീ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹീറ്റർ പ്ലഗ് അയച്ചെടുക്കാനായിട്ട് സാധിക്കാം. ഹീറ്റർ പ്ലഗ് അയച്ചെടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ വയർ വിടുന്നതിന് മുമ്പേ ആദ്യം ഈ പോസിറ്റീവ് ലൈന് ഇത് വിടിച്ച് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ടച്ച് ആയിട്ട് വയർ ഉരുകി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളിപ്പോൾ വയർ മാറ്റി വെക്കുന്നുണ്ട്. നമ്മളിപ്പോ 1, 2, ഈ മൂന്ന് ഹീറ്റർ പ്ലഗ് അയച്ചേക്കുന്നത് ഈ ഒരു 12ന്റെ ടീ ഉപയോഗിച്ചാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ലാസ്റ്റ് ഹീറ്റർ പ്ലഗ് നമുക്ക് തീ ഇട്ടിട്ട് ഇവിടെ തിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇവിടെ ടച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ 12 ലോങ് ബോക്സ്, ചെറിയ ബോക്സ്, ഒരു 15ന്റെ റാഡും റാച്ചറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ലാസ്റ്റ് ഹീറ്റർ പ്ലഗ് നമ്മൾ ലൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാ ഹീറ്റർ പ്ലഗും ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിച്ചെടുക്കാം. ഇത് മൂന്നാമത്തെ സിലിണ്ടർ, ഇത് നാലാമത്തെ സിലിണ്ടർ, ഇത് മൂന്നാമത്തെ സിലിണ്ടർ, ഇത് രണ്ടാമത്തെ സിലിണ്ടർ, ഇത് ഒന്നാമത്തെ സിലിണ്ടർ. അപ്പോൾ ഹീറ്റർ പ്ലഗ് അഴിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഴിക്കുന്ന സമയത്ത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് WD-40 കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുക. പെട്ടെന്ന് അഴിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഹെഡും കാര്യങ്ങളൊക്കെ അഴിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഹീറ്റർ പ്ലഗ് എപ്പോഴും നമ്മൾ അഴിക്കുമ്പോൾ ടൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് WD-40 അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അഴിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ടൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഭാഗം കൊണ്ട് ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഇത്രയും ഭാഗം ഹെഡിനകത്ത്, ആ ത്രെഡിനകത്ത് ഒഴിക്കും. പിന്നെ നമുക്ക് ഇത് അയച്ചെടുക്കാനായിട്ട് പാടാണ്. പിന്നെ ഹെഡും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചെടുക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി നമുക്കിത് ബാറ്ററിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് സ്പാർക്ക് ആവുന്നുണ്ടോന്ന് നോക്കാം. അപ്പോൾ ഹീറ്റർ പ്ലഗ് പുറത്ത് വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മറുകറ്റം ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഈ ഒരു ഹീറ്റർ പ്ലഗ് എടുക്കുക, ഇതിൽ മുട്ടിക്കുക, ഇതിൽ സ്പാർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. മീൻസ് ഇത് സ്പാർക്ക് ആവുന്നില്ല, മീൻസ് ഈ ഹീറ്റർ പ്ലഗ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തെടുക്കുക, സ്പാർക്ക് ആവുന്നുണ്ടോ? സ്പാർക്ക് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്തെടുക്കുക, ഇതിൽ മുട്ടിക്കുക, സ്പാർക്ക് ആവുന്നില്ല. അപ്പോൾ അടുത്തെടുക്കുക, സ്പാർക്ക് ആവുന്നില്ല. അപ്പോൾ ഈ 4 ഹീറ്റർ പ്ലഗും വർക്ക് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 4 ഹീറ്റർ പ്ലഗും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഹീറ്റർ പ്ലഗ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടൊയോട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു 4-5 ക്രാങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവും. ചില ടാറ്റ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആവാനേ പഴയ ഇന്ത്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ആവാനായിട്ട് മടിയാണ് കാണിക്കുന്നത്. സ്റ്റാർട്ട് ആവുകയില്ല, കാരണം കുറെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലെ എയർ ഫിൽറ്ററിന്റെ ഓസ് അഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരടപ്പ് പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അപ്പോൾ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ട് ആവും. ഹീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം എഞ്ചിൻ ഹീറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയും രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആവാത്തത്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ക്രാങ്കിങ് ആയിരുന്നു വണ്ടി, നല്ല ഒരു 4-5 ക്രാങ്കിലെ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. രാവിലെ ചൂടായി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ. അപ്പോൾ ഈ പുതിയ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഈ 4 എണ്ണം മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ 4 പുതിയ ഹീറ്റർ പ്ലഗ് നമുക്ക് എടുക്കാം. നമ്മളിപ്പോ 4 പുതിയ ഹീറ്റർ പ്ലഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊയോട്ട കോളിസിന്റെ ആണ് ഹീറ്റർ പ്ലഗ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, കാരണം ഇതിന്റെ ലെങ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. നമ്മൾ പുതിയ ടൊയോട്ട കോളിസ് എന്ന് എഴുതിയാൽ പോലും ഇതിന്റെ ലെങ്ത് കറക്റ്റ് ആണോ നോക്കുക. ഇതിനെ സംബന്ധിച്ചുള്ള ഇതിന്റെ ലെങ്ത് കറക്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്പാർക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ പോസിറ്റീവ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എപ്പോഴും ഇവിടെ കൈ പിടിക്കാവൂ. ഇവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കരുത്. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഹീറ്റ് ആവും, നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു ബോഡിയിൽ പിടിച്ച് നോക്കുക സ്പാർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്പാർക്ക് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. സ്പാർക്ക് ആകുമ്പോൾ തന്നെ ഇവിടെ ചൂടായത് കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ആവി പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് നല്ല രീതിയിലുള്ള ആവി പോകുന്നുണ്ട്. മീൻസ് ഇത് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇതെങ്ങും സ്പർശിക്കാതെ തന്നെ വെക്കുക. അപ്പോൾ അടുത്ത ഹീറ്റർ പ്ലഗ് നമുക്ക് നോക്കാം.
സ്പാർക്ക് ആവുന്നുണ്ട്. ഒത്തിരി നേരം സ്പാർക്ക് ചെയ്ത് നോക്കരുത്, ഇവിടെ നല്ല രീതിയിലുള്ള ചൂടാവും. അപ്പൊ കൈ എപ്പോഴും ഇവിടെ തന്നെ പിടിച്ചു വെക്കുക, ഇവിടെ ഒരിക്കലും പിടിക്കാതെ ഇരിക്കുക. ഇതിലും സ്പാർക്ക് ആവുന്നുണ്ട്, ഇതിലും സ്പാർക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഹീറ്റർ പ്ലഗും പുതിയ ഹീറ്റർ പ്ലഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് കറണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഹീറ്റർ പ്ലഗ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പഴയ ഹീറ്റർ പ്ലഗ് നോക്കിയ സമയത്ത് ഇവിടെ ഒരു രീതിയിലുള്ള സ്പാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ പിടിച്ചു വെച്ചാൽ പോലും കൈ ചൂടാവുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി നമുക്ക് ഈ ഒരു 4 ഹീറ്റർ പ്ലഗും വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. നമുക്കിപ്പോ ഈ 4 ഹീറ്റർ പ്ലഗും ഇതിനുള്ളിലായിട്ട് ഇടാം. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർ ടൈറ്റ് ഹീറ്റർ പ്ലഗിന് ഒരിക്കലും കൊടുക്കരുത്. പിന്നീട് അയച്ചെടുക്കാനുള്ള പാടായിരിക്കും, ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10-ൻ്റെതായിട്ടുള്ള 12-ൻ്റെതായിട്ടുള്ള ആ ഒരു ടൈറ്റ് മാത്രം ഹീറ്റർ പ്ലഗിന് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഹീറ്റർ പ്ലഗ് ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോ 4 ഹീറ്റർ പ്ലഗും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കണക്ഷൻസ് ആണ് നമ്മളിപ്പോ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻസ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇളകി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടുന്ന് പോസിറ്റീവ് ലൈൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഹീറ്റർ പ്ലഗിലോട്ട് പോകുന്നതാണ്. അപ്പൊ അത് ബോഡി ആയിട്ടോ എവിടെയെങ്കിലും ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇളകിപ്പോയ ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തു നിന്ന് നേരെ ഇവിടെ വരെ ഇൻസുലേഷൻ ടേപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ ചുറ്റി വിടുക. കാരണം ഇതിൽ ഓൾറെഡി ഒരു കോട്ടിങ്, പെയിന്റ് പോലുള്ള കോട്ടിങ് ഉണ്ടെന്ന് അത് പോയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ കട്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കട്ടിങ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ടേപ്പ് ചെയ്ത് വിടുക. നമ്മളിപ്പോ ഇത് ഇൻസുലേഷൻ അവിടുന്ന് ഇവിടെ വരെ ഇൻസുലേഷൻ ചുറ്റിയിട്ടുണ്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ഈ പ്ലാസ്റ്റിക് ഇളകി പോയി കഴിഞ്ഞാൽ വേറെ എങ്ങും ഷോർട്ട് ആവാതെ ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻസ് ഫിറ്റ് ചെയ്യാം. നേരെ ഇതിൽ കയറ്റിയിടുക. ബാക്കിയുള്ള ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കി കൊണ്ട് വെക്കുക. നമ്മളത് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി 10-ന്റെ ആ ഒരു നട്ട് നമ്മൾ നേരത്തെ അയച്ച ആ ഒരു നട്ട് വെച്ചിട്ട് ഫുൾ ടൈറ്റ് നമുക്ക് ചെയ്യാം. ഇതിന്റെ വയറും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. നമ്മളിപ്പോ ഇതിന്റെ ബോൾട്ട് മുറുക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ നട്ട് മുറുക്കിയിട്ടുണ്ട്. 4 ഹീറ്റർ പ്ലഗിന്റെ നട്ടും മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹീറ്റർ പ്ലഗിന്റെ നട്ട് മുറുക്കുന്ന സമയത്ത് ഈ ഒരു ക്ലാമ്പ് എവിടെയെങ്കിലും ബോഡിയിൽ ടച്ച് ആയിരിക്കും ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇത് എവിടെയും ടച്ച് ആയിട്ടുണ്ട്, കാരണം ഈ ഒരു നട്ട് മുറുക്കുന്ന തരത്തിൽ ഈ ക്ലാമ്പ് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പോസിറ്റീവ് ജമ്പായിട്ട് പോകും. അപ്പോൾ അത് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു നട്ട് നമ്മൾ ഈ ഹീറ്റർ പ്ലഗിന്റെ ഇത് അഴിക്കാനായിട്ട് ഇവിടെ നമ്മൾ ഒരു ബ്രീത്തർ ഹോസ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബ്രീത്തർ ഹോസ് വരുന്നത്. ഇതിന്റെ കണക്ഷൻ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹോസ് കൊടുത്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? ഇപ്പോൾ നമുക്ക് ക്രാങ്ക് ചെയ്യുമ്പോൾ ഒറ്റ ക്രാങ്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവും. ഓക്കെ ഓക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോ ഇതിന്റെ 4 ഹീറ്റർ പ്ലഗ് മാറിയിട്ടുണ്ട്. ഈ 4 ഹീറ്റർ പ്ലഗും വർക്കിംഗ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ലാഗ് സ്റ്റാർട്ടിങ്. രാവിലെ ഒരു 4-5 ക്രാങ്ക് നമുക്ക് ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ചില വണ്ടികളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടേ ആവില്ല, കുറേ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ആവും. ചിലപ്പോൾ ഒരു 10-15 വട്ടം അടിച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്രോൾ ഒന്ന് മണപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടി രാവിലെ സ്റ്റാർട്ട്. പിന്നെ ഹീറ്റായിരിക്കും, വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും കാണിക്കില്ല. പിന്നെയും രാവിലെ എടുക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ആവാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു ഇതിന്റെ ലോങ് ഒരു ക്രാങ്കിങ് വരാനുള്ള ഒരു കാരണം. നമ്മളിപ്പോ ക്രാങ്ക് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി എഞ്ചിൻ ഇപ്പോൾ ഓടി വന്നിട്ട് ഏകദേശം അത്യാവശ്യം ചൂടിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ എടുക്കുന്ന സമയത്തുള്ള ആ ലോങ് ക്രാങ്കിങ് നമ്മൾ ഹീറ്റർ പ്ലഗ് കറക്റ്റ് ആയിട്ട് ഇരിക്കണം. നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇത് 4 ഹീറ്റർ പ്ലഗും വർക്കല്ലായിരുന്നു. അപ്പോൾ ടൊയോട്ട കോളിസിന്റെ ലോങ് ക്രാങ്കിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ രാവിലെയുള്ള സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.